ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളത് ബാംഗ്ലൂർ ലാൽബാഗിലാണ്, ബൊട്ടാനിക്കൽ ഗാർഡനിൽ. അവൻ ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്തേക്ക് കയറാണ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ എൻട്രിയിൽ തന്നെ ഈ ഒരു 3 കളേഴ്സുള്ള ഫ്ലവേഴ്സാണ് വെച്ചിരിക്കുന്നത്. കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 കളേഴ്സും കൂടെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ആ ഒരു വൈകുന്നേരത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ഒരു വെയിലത്ത് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ഡിസൈനിലാണ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു റൗണ്ടിൽ ഫുള്ളായിട്ട് അങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മളിതാ ഈ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ വർഷങ്ങൾ പഴക്കമുള്ള കുറേ മരങ്ങളാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വന്ന വഴി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ആ റോഡ് സൈഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നേരെ നമ്മളിതാ ഈ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ കുറേ കഴിക്കാനും ഇതിൻ്റെ അകത്ത് തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും അതിനകത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളിതാ വന്ന ദിവസം ശരിയല്ല എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. കാരണം ഫ്ലവർ ഷോ ഞങ്ങൾ പോയിൻ്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോണ ദിവസം ഇതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവരുടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും കാണാൻ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ പൂക്കളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളതുണ്ട്, ചിലതൊന്നും ഇല്ലാത്തതാണ്. പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനാണ് ഇവിടെ ഭയങ്കര രസം. അങ്ങനെ ഞാനും നിയാസുംപാടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ പൂക്കളും കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരു അമ്പലം പോലെ. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ കൊട്ടയിൽ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ട് അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ട്, ആ പേരുകളൊന്നും നമുക്കറിയില്ല, പക്ഷേ ആ പൂക്കളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം എന്താ ഇവിടെ ഇതേപോലെ നിരത്തി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുറേ നോക്കിയതിന് ശേഷം ഞങ്ങൾ ഔട്ട്ഡോറിലേക്ക് പോവുകയാണ്. ഉള്ളിലുള്ള സെക്ഷനൊക്കെ മടുത്തിട്ട് ശരിക്കും. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ട് ഭയങ്കര രസമായിട്ട്, എന്താ പറയുക, നമുക്ക് ഓരോ ഡിസൈനിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തന്നെ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കപ്പിൾസിനൊക്കെ ഫോട്ടോ എടുക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് നമ്മളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തേക്ക് വീണ്ടും കുറേ പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിങ്ങനെ നടക്കുകയാണ്. ഔട്ട്ഫിറ്റ് കാണിച്ചെന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കേർട്ടും അതുപോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുറേ പൂക്കളും പോലെ കുറേ കാടും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഈ പാറിൻ്റെ മുകളിൽ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, നടക്കാൻ വയ്യാത്തതുകൊണ്ട്. പിന്നെ ബോൺസായി പാർക്ക് ഉണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്ത് വരണേ ഉള്ളൂ. എന്നാലും കാണാൻ കുറച്ച് ബോൺസായി ട്രീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാലത്തിലൂടെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഈ ലാൽബാഗ് ട്രാവൽ വ്ളോഗ് ഇവിടെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.